കാസർഗോഡ് ജില്ലയിലെ പുല്ലൂർ പെരിയ പഞ്ചായത്ത് അടിസ്ഥാനമായി പ്രവർത്തിക്കുന്ന കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമുള്ള കാർഷിക പ്രവർത്തനത്തിൽ ഗവേഷണം നടത്തുന്ന ആളുകൾ, ശാസ്ത്രജ്ഞന്മാർ, കൃഷി ഉദ്യോഗസ്ഥന്മാരൊക്കെ ഉള്ള ഒരു കാർഷിക ഗ്രൂപ്പാണ്. ഒരു രജിസ്റ്റേർഡ് സംഘടനമായിട്ട് ഇപ്പോൾ പ്രവർത്തിക്കുകയാണ്. നേരത്തെ അത് രജിസ്റ്റേർഡ് ആയിരുന്നില്ല. കാർഷിക പ്രവർത്തനങ്ങൾക്ക് പിന്തുണ നൽകുന്ന പ്രവർത്തനങ്ങൾ ഏറ്റെടുത്ത് നടത്തുകയും അതുപോലെ തന്നെ എല്ലാ വർഷവും ഈ മേഖലയിൽ നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന ആളുകളെ കണ്ടെത്തി ഹരിത പുരസ്കാരം 10,000 രൂപ അതുപോലെ തന്നെ ഫലകവുമുള്ള ഒരു പുരസ്കാരം നൽകുകയും ചെയ്യും. അതിൻ്റെ പുരസ്കാരത്തിൻ്റെ ഈ വർഷത്തെ പ്രഖ്യാപനവും 22-ാം തീയതി മറ്റന്നാൾ ഇതിൻ്റെ വാർഷിക സംഗമവും ഈ ഗ്രൂപ്പിലെ അംഗങ്ങളുടെ സംഗമവും ചേരുകയാണ്. അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വിശദീകരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇന്ന് നമ്മൾ ചേർന്നിട്ടുള്ളത്. വയലും വീടിൻ്റെ പ്രസിഡൻറ്റ് ഇ ജനാർദ്ദനൻ പാണൂർ, അതുപോലെ തന്നെ സെക്രട്ടറി കണ്ണാലയം നാരായണൻ, അതുപോലെ തന്നെ അതിൻ്റെ ട്രഷറർ ബാലകൃഷ്ണേട്ടൻ, അതുപോലെ തന്നെ കണ്ണൂർ പള്ളിക്കുന്നിലെ കരിമ്പ് ഗവേഷണ കേന്ദ്രത്തിൻ്റെ തലവൻ സ്ഥാനത്തു നിന്നും റിട്ടയർ ചെയ്ത് നമ്മുടെ വയലും വീടിൻ്റെ അവാർഡ് കമ്മിറ്റിയുടെ ചുമതല വഹിക്കുന്ന കെ ചന്ദ്രേട്ടൻ, ഇവർ ഈ പത്രസമ്മേളനത്തിൽ പങ്കെടുക്കുന്നുണ്ട്. അവാർഡുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചന്ദ്രേട്ടനും അതുപോലെ തന്നെ വയലും വീടും സംഗമവും അതിൻ്റെ പരിപാടികളെക്കുറിച്ച് നമ്മുടെ പ്രസിഡൻറ്റും സെക്രട്ടറിയും വിശദീകരിക്കും. അതിനുവേണ്ടി ബന്ധപ്പെട്ടവരെ ക്ഷണിച്ചു. കുടുംബങ്ങളുടെ എക്സിക്യൂട്ടീവ് കമ്മിറ്റി യോഗം കഴിഞ്ഞ ആഴ്ച നടക്കേണ്ടായി. അപ്പോൾ അതിലാണ് കാർഷിക ഗവേഷണത്തിനും അതുപോലെ കർഷകർക്ക് ഉപയോഗപ്രദമായ സാങ്കേതിക വിദ്യ ഇടപെടുന്നതിലും അതുപോലുള്ള ഗവേഷണം നടത്തുന്നവർക്കുമായിട്ടുള്ള ഒരു പുരസ്കാരം കൊടുക്കാനുള്ള തീരുമാനമുണ്ടായത്. അതിനുവേണ്ടി ഇവിടെ നമ്മുടെ ജില്ലയിൽ തന്നെ കുറേ ഗവേഷണ സ്ഥാപനങ്ങളും അതുപോലെ കർഷക ഗവേഷകരും എക്സ്റ്റൻഷൻ ഓഫീസേഴ്സും ഉള്ള ഒരു ജില്ല തന്നെയാണ് നമ്മുടേതും. അപ്പം അതിനുവേണ്ടി നമ്മൾ സമഗ്രമായ ഒരു അന്വേഷണം നടത്തേണ്ടായി. എക്സിക്യൂട്ടീവ് കമ്മിറ്റി ഇതിൻ്റെ ജൂറി എന്ന നിലയിൽ. അപ്പോൾ അതിൽ പ്രത്യേകിച്ചും നമ്മൾ ക്രൈറ്റീരിയ എടുത്തിരിക്കുന്നത് ഒന്ന് സമഗ്രമായ സംഭാവന കാർഷിക ഗവേഷണത്തിൽ, പിന്നെ ജൈവ വൈവിധ്യ സംരക്ഷണം, ശേഖരണം, അതുപോലെ ഫോറസ്ട്രി തലത്തിലുള്ള ഡെവലപ്മെൻറ്റ്സിലേക്കുള്ളത്, പിന്നെ കർഷകർക്ക് വേണ്ട നിർദ്ദേശങ്ങൾ ഇതൊക്കെ കൊടുക്കുന്ന ഒരു ഇതൊക്കെയാണ് നമ്മൾ ക്രൈറ്റീരിയ വെച്ചിരുന്നത്. അപ്പോൾ ഇപ്രാവശ്യത്തെ പുരസ്കാരത്തിന് അർഹനായിരിക്കുന്നത് കർഷക കുടുംബത്തിൽ തന്നെ ജനിച്ച ഡോക്ടർ സന്തോഷ് കുമാർ കൂക്കളാണ്. അദ്ദേഹം ഇൻ്റർനാഷണൽ സെൻറ്റർ ഫോർ ജനറ്റിക് എഞ്ചിനീയറിംഗ് ബയോടെക്നോളജി ന്യൂഡൽഹിയിൽ മെറ്റബോളിക് എഞ്ചിനീയറിംഗിൽ റിസർച്ച് ചെയ്യുന്ന റിസർച്ച് സയൻറ്റിസ്റ്റാണ്. ജീവശാസ്ത്രത്തിലും അതുപോലെ മെറ്റബോളിക് എഞ്ചിനീയറിംഗിലും ജൈവ സാങ്കേതിക വിദ്യയിലും ഗവേഷണം നടത്തിക്കൊണ്ടിരിക്കുകയും വിലയേറിയ ഗവേഷണ പ്രബന്ധങ്ങൾ നിരവധി അന്താരാഷ്ട്ര ജേണലുകൾ ഹൈ റേറ്റ് ഇമ്പാക്ട് റേറ്റുള്ള അന്താരാഷ്ട്ര ജേണലുകൾ പ്രസിദ്ധീകരിക്കുകയും ചെയ്തിട്ടുണ്ടായി. ഇതിനു പുറമെ കാർഷിക വിളകളുടെ ജൈവ വൈവിധ്യ ശേഖരണം, പ്രത്യേകിച്ച് കമുകിൻ്റെ വിവിധ തരത്തിലുള്ള ജനിക വൈവിധ്യങ്ങൾ സംരക്ഷിക്കുന്നുണ്ട്. അതുപോലെ കഴിഞ്ഞ 24 വർഷമായിട്ട് ഫോറസ്ട്രി, അതായത് പ്രത്യേകിച്ച് മരങ്ങളുടെ ജൈവ വൈവിധ്യങ്ങളെ കളക്ട് ചെയ്യുകയും അതിൻ്റെ ആവാസ വ്യവസ്ഥയിൽ തന്നെ സംരക്ഷിക്കുകയും നട്ടു വളർത്തുകയും ഒക്കെ ചെയ്ത് ഏതാണ്ട് ഇരിയണ്ണിയും ചുറ്റുഭാഗത്തുള്ള വനപ്രദേശങ്ങളിലാണ് ഇത് ചെയ്തിരിക്കുന്നത്. അതാണ് പിന്നെ നമ്മൾ വാക്കിംഗ് എൻസൈക്ലോപീഡിയ എന്ന് പറയാം. ഏത് ഏത് സസ്യങ്ങളെ പറ്റി എന്ത് ചോദിച്ചു കഴിഞ്ഞാലും ഉടനെ സംശയ നിവാരണം ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. അതുപോലെ കർഷകർക്ക് വേണ്ടുന്ന ഏത് പ്രശ്നങ്ങളുണ്ടായാലും നമ്മൾ ഗ്രൂപ്പിൽ ഇടുകയാണെങ്കിലും ഉടനെ തന്നെ പുള്ളി അതിനുള്ള, അതായത് എങ്ങനെയെങ്കിലും അറിയാവുന്നതും അറിയുന്നില്ലെങ്കിൽ പഠിച്ചിട്ടും വേണ്ട തരത്തിലുള്ള എന്തൊക്കെ പ്രതിരോധ മാർഗം എടുക്കണം, കാർഷിക വിളയിൽ എന്തൊക്കെ ചെയ്യണം, എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടെങ്കിൽ അതിനുള്ള രോഗനിവാരണം എങ്ങനെ ചെയ്യണം, കീടനിയന്ത്രണം എങ്ങനെ ചെയ്യണം, അത് ജൈവമാർഗത്തിലൂടെ എങ്ങനെ ചെയ്യണം എന്നുള്ളതിനൊക്കെ പറ്റിയിട്ടുള്ള അഗാധമായ അറിവും ഉള്ള ഒരു വ്യക്തിയാണ്. ഇതൊക്കെ ഈ സംഭാവനകളൊക്കെ കണക്കിലെടുത്തുകൊണ്ടാണ് ഈ അവാർഡിന് അർഹനായിരിക്കുന്നത്. അതുപോലെ ഇതിൻ്റെ അവാർഡ് തുക എന്ന് പറയുന്നത് 10,000 രൂപയുടെ ക്യാഷ് അവാർഡും പ്രശംസാപത്രവും അടങ്ങുന്ന ഈ പുരസ്കാരം ഡിസംബർ 21 സൂചിപ്പിച്ച പോലെ ഡിസംബർ 21 നടക്കുന്ന സംഗമത്തിൽ നമ്മുടെ ബഹുമാനപ്പെട്ട മുൻ MLA-യും കർഷക ശ്രേഷ്ഠനുമായ കെ കുഞ്ഞിരാമൻ അവർ ഡോക്ടർ സന്തോഷ് കുമാർ കൂറിനെ സമ്മാനിക്കുന്നതാണ്. സംബന്ധിച്ച് മാഷ് സംസാരിച്ചു.
ഞാൻ വയലുമൂടിൻ്റെ പ്രവർത്തനങ്ങളെ സംബന്ധിച്ച് ചുരുക്കി പറയാം. 2019 കാസർഗോഡ് ഭാഗത്ത് ജോലി ചെയ്തവരും അതുപോലെ തന്നെ കാസർഗോഡ് ഭാഗത്തുള്ള കൃഷിക്കാരും ഒക്കെ ചേർന്നിട്ടുള്ള ഒരു കൂട്ടായ്മയായി ആരംഭിച്ചതാണ്. പക്ഷേ ഇന്ന് സംസ്ഥാനത്തിൻ്റെ വിവിധ മേഖലകളിലുള്ള കാർഷിക മേഖലയിൽ പേരെടുത്തവരും അതുപോലെ തന്നെ കാർഷിക മേഖലയിൽ അനുബന്ധമായി അവരെ സഹായിക്കാനുള്ള ബിരുദവും ബിരുദാനന്തര ബിരുദവും PhD ഒക്കെ നേടിയിട്ടുള്ള കാർഷിക വിദഗ്ധർ അടക്കമുള്ള ഉദ്യോഗസ്ഥന്മാരും ഒക്കെ ചേർന്നിട്ടുള്ള, അതുപോലെ തന്നെ മറ്റ് ഇപ്പോഴും ജോലി ചെയ്യുന്നവരും ജോലിയിൽ നിന്ന് പിരിഞ്ഞവരും ഒക്കെ ആയിട്ടുള്ള കൃഷിയോട് താല്പര്യമുള്ള, അതാണ് പ്രധാനം, കൃഷിയോട് താല്പര്യമുള്ള എല്ലാവരും ചേർന്നിട്ടുള്ള സംസ്ഥാന അടിസ്ഥാനത്തിലുള്ള ഒരു സംഘടനയാണ് വയലുമൂട്. അപ്പോൾ ഈ വയലുമൂടിൻ്റെ പ്രധാന പ്രവർത്തനം എന്ന് പറയുന്നത് കൃഷി ഇറക്കുന്നത് മുതൽ അതിൻ്റെ മാർക്കറ്റിംഗ് വരെയുള്ള പ്രശ്നങ്ങളിൽ ഉണ്ടാകുന്ന പ്രയാസങ്ങളെ അതിജീവിക്കാൻ വേണ്ടി നാടൻ അറിവും അതുപോലെ തന്നെ ഏറ്റവും ഉന്നത സാങ്കേതിക ജ്ഞാനവും ഉള്ള ആൾക്കാരുടെ ഒക്കെ ആ അറിവ് സമന്വയിച്ചുകൊണ്ട് അതിനു വേണ്ടിയിട്ടുള്ള ഉപദേശം, നിർദ്ദേശം, അതുപോലെ തന്നെ നല്ല രീതിയിൽ കൃഷി പരിപാലനമൊക്കെ നടത്താൻ വേണ്ടിയിട്ടുള്ള ഒരു സംഘടനയാണ്. ആ സംഘടനയുടെ വാർഷിക യോഗത്തോടനുബന്ധിച്ച് ഞങ്ങളൊരു അവാർഡ് കൊടുക്കാറുണ്ട്. ഇത് 2ാമത്തെ അവാർഡാണ്. അവാർഡിനെ സംബന്ധിച്ച് പറഞ്ഞുവല്ലോ, അതിന് ഞാൻ കൂടുതൽ പരാമർശിക്കുന്നില്ല. ഈ സംഗമത്തിൽ കേരളത്തിലെ വിവിധ പ്രദേശങ്ങളിലെ കൃഷിയുമായി ബന്ധപ്പെട്ട് ഞങ്ങളുടെ സംഘടനയുടെ മെമ്പർമാർ ഒത്തുചേരും. ആ ഒത്തുചേരുന്ന സമയത്ത് ഇതിൻ്റെ അനുഭവങ്ങളെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും പങ്കുവെക്കും. കൃഷി ഇന്ന് ഏറെ വെല്ലുവിളി നിറഞ്ഞ ഒരു കാലഘട്ടമാണല്ലോ. എന്നാലും കൃഷിയോടുള്ള താല്പര്യം, അതിൽ പ്രത്യേകിച്ച് ഞങ്ങൾക്ക് എടുത്തു പറയാൻ പറ്റുന്ന ഞങ്ങളുടെ ഒരു പ്രധാനപ്പെട്ട ഒരു സംരംഭം എന്ന് പറയുന്നത് നെൽകൃഷിയുടെ ഉദ്ധാരണവും അതിൻ്റെ ഒരു നിലനിൽപ്പും വീണ്ടെടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ അതിൽ ഞങ്ങളുടെ വൈസ് പ്രസിഡന്റ് കൊടക്കാട് രവീന്ദ്രൻ വളരെ നല്ല രീതിയിൽ ഈ നെൽകൃഷിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഒരു ലോകത്തിന് ഇങ്ങനെ കാണിച്ചു കൊടുക്കുന്ന രീതിയിൽ, നമ്മുടെ സമൂഹത്തിന് കാണിച്ചു കൊടുക്കുന്ന രീതിയിൽ നെൽകൃഷി എത്രമാത്രം വിജയകരമായി നല്ല രീതിയിൽ നടത്താൻ പറ്റും എന്നത് ഉള്ള ഒരു കാണിച്ചു കൊടുക്കുന്ന രീതിയിലുള്ള സംരംഭങ്ങൾ നടത്തുന്നുണ്ട്. തുടർച്ചയായി 3 വിള കൃഷിയും നല്ല രീതിയിൽ നടത്തുന്നുണ്ട്. അതുപോലെ തന്നെ നെൽവിത്ത് സംരക്ഷണവും ഞങ്ങളുടെ ഒരു വിഷയമാണ്. നെൽവിത്ത് അവിടെ തന്നെ അതിൻ്റെ സംരക്ഷണവും പല വെറൈറ്റികളും നശിച്ചു പോകാതെ സൂക്ഷിക്കുവാനുള്ള സംരംഭം നടത്തുന്നുണ്ട്. അതേപോലെ മറ്റ് പച്ചക്കറിയുമായി ബന്ധപ്പെട്ട് ഞങ്ങളുടെ സെക്രട്ടറി കണ്ണാലയം പയർ വിത്തുകളാണ് അതിനെ കേന്ദ്രീകരിച്ച് അന്യം നിന്ന് പോകുന്ന പല ജെൻസികളും അതേ രീതിയിൽ നിലനിർത്തി ഭാവി തലമുറക്ക് ഉപയോഗിക്കുന്ന രീതിയിൽ വിത്ത് വിതരണം നടത്തുന്നുണ്ട്. ഞങ്ങളുടെ അംഗങ്ങൾക്കിടയിലും അല്ലാത്തവർക്കിടയിലും പയർ വിത്ത് 75-ലധികം വിവിധ തരത്തിലുള്ള പയർ ജെൻസുകൾ വിതരണം നടത്തുന്നുണ്ട്. അങ്ങനെ പല രീതിയിലുള്ള ഈ കാർഷിക പ്രധാനമായ പ്രവർത്തനങ്ങൾ നടത്തി മുന്നേറുന്ന ഒരു സംഘടനയാണ് ഞങ്ങളത്. ഇപ്പോൾ അടുത്ത കാലത്ത് സൊസൈറ്റീസ് ആക്ട് പ്രകാരം ഗവൺമെൻറ്റിൻ്റെ അംഗീകാരം കൂടി വാങ്ങിയിട്ടുണ്ട്. ഇനി പ്രവർത്തനം ഒന്നുകൂടി മെച്ചപ്പെടുത്താൻ വേണ്ടി നോക്കുകയാണ്. ആരാലും ശ്രദ്ധിക്കപ്പെടാത്ത ഈ ഒരു മേഖലയിൽ ഞങ്ങൾ നടത്തുന്ന പ്രവർത്തനത്തിൻ്റെ ഒരു ശ്രദ്ധ നിങ്ങൾ സമൂഹത്തിൽ ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കണം എന്നാണ് ഈ അവസരത്തിൽ എനിക്ക് പറയാനുള്ളത്. കൃഷി പ്രത്യേകിച്ച് ഇപ്പോൾ മലയോര മേഖലയിലൊക്കെ കൃഷി നടത്തുക എന്ന് പറഞ്ഞാൽ ഒരുപാട് പുതിയ വെല്ലുവിളികൾ വന്നിട്ടുണ്ട്. വന്യമൃഗവുമായി ബന്ധപ്പെട്ട വെല്ലുവിളികൾ നിങ്ങൾ പത്രത്തിൽ കാണുന്നുണ്ടാവും എല്ലാ ദിവസവും. അതിനും ഒരു സമഗ്രമായ രീതിയിലുള്ള ഒരു പരിഹാരവും നിർദ്ദേശവും ഒന്നും സർക്കാരിൻ്റെ ഭാഗത്തുനിന്നുമില്ല. അതിനെ സംബന്ധിച്ചും ശ്രദ്ധ പതിയേണ്ടതാണ്. അതുപോലെ തന്നെ മാർക്കറ്റിംഗ് സംബന്ധിച്ച പ്രശ്നങ്ങൾ ഉണ്ടാവാറുണ്ട്. അതിനെ സംബന്ധിച്ചും നല്ല രീതിയിലുള്ള ഒരു പരിഹാരത്തിന് വേണ്ടി സമൂഹത്തിൽ ആ ഒരു ഇഷ്യൂ കൊണ്ടുവരാൻ വേണ്ടി നിങ്ങൾ ശ്രമിക്കണം എന്നാണ് പറയാനുള്ളത്. എല്ലാ കാര്യങ്ങളും വയലുമൂടിൻ്റെ പ്രവർത്തനവും വയലുമൂടും എന്താണെന്നൊക്കെയുള്ള കാര്യങ്ങൾ പ്രസിഡന്റും വൈസ് പ്രസിഡന്റും ഒക്കെ വ്യക്തമാക്കി കഴിഞ്ഞു. ഈ അവാർഡ് നിർണയ കമ്മിറ്റി